ഹായ്, എല്ലാ കൂട്ടുകാർക്കും സനു വ്ലോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 മോഡൽ ബ്രെസ്സയുടെ ZXi മാനുവൽ വേരിയന്റ് ആണ്. 2024ലേക്ക് വന്നപ്പോൾ ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ്, എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് വരുന്നത്, ഫീച്ചേഴ്സിൽ എന്തെല്ലാം ചേഞ്ചസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കാം. 2024 മോഡൽ ബ്രെസ്സ ZXi ബ്ലാക്ക് കളർ എക്സ്റ്റീരിയർ ലുക്ക് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് കളർ കാണാൻ നല്ലൊരു പ്രീമിയം ഫീൽ വരുന്നുണ്ട്. ബ്രെസ്സയ്ക്ക് ശരിക്കും ബ്ലാക്ക് കളർ നല്ല രീതിയിൽ മാച്ച് ആവുന്ന ഒരു കളറാണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സെഗ്മെന്റിൽ തന്നെ എത്രയും പ്രീമിയം ഒരു റോഡ് പ്രസൻസ് തരുന്ന വാഹനം വേറെയില്ല. ഇനി എക്സ്റ്റീരിയർ എന്നുള്ള മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഹെഡ്ലൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൊജക്റ്റഡ് ആയിട്ടുള്ള LED ഹെഡ്ലൈറ്റുകളാണ് വരുന്നത്. ഡ്യുവൽ യൂണിറ്റ് ആയിട്ടാണ് വരുന്നത്, ഹൈ ബീമും ലോ ബീമും. അതിനകത്ത് തന്നെ LED DRLs ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതിന് ചേർന്ന് നമുക്ക് താഴെയുള്ള ഒരു സിൽവർ ഇൻസെറ്റ് കാര്യങ്ങൾ കൊടുത്തിരിക്കുന്നത് കാണാം. താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ വേരിയന്റിൽ ഫോഗ് ലൈറ്റ് വരുന്നില്ല. ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്ന LED ഫോഗ് ലൈറ്റ് ആണ്. ഏകദേശം 6000 റുപ്പീസിനടുത്താണ് അതിന് കോസ്റ്റ് വരിക. വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും ഫ്രണ്ടിൽ വരുന്നില്ല. 205 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ നമുക്കൊരു സിൽവർ കളറിലുള്ള സ്കിഡ് പ്ലേറ്റ് പോലെ തോന്നിക്കുന്ന ഭാഗം കൊടുത്തിരിക്കുന്നു. ഇത് വണ്ടി ബ്ലാക്ക് ആയതുകൊണ്ടാണ് സ്കിഡ് പ്ലേറ്റ് ശരിക്കും നമുക്ക് എടുത്ത് കാണിക്കുന്നത്. ഇനി വശങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ 16 ഇഞ്ച് ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ് ആണ് വരുന്നത്. ഫ്രണ്ടിൽ ഡിസ്കും ബാക്കിൽ ഡ്രം ബ്രേക്കും ആണ്. ഇത് 215 60R16 ആണ് ടയർ സൈസ് വരുന്നത്. ആ ഒരു ടോപ്പ് എൻഡിൻ്റെ അലോയ് വീൽസിനോട് സാദൃശ്യമുള്ള പക്ഷേ ഫുള്ളി ബ്ലാക്ക് കളറിലുള്ള അലോയ് വീൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മിറേഴ്സിലേക്ക് വന്നാൽ LED ടേണിംഗ് ഗേഡേഴ്സ് ഉൾപ്പെടുത്തിയിരിക്കുന്നു. വശങ്ങളിൽ ഈ ഡോറിൽ കാണുന്ന ഈ ക്ലാഡിങ്സ് ഇത് ആക്സസറി ആയിട്ട് വരുന്നതാണ്. നമുക്ക് ZXi വേരിയന്റിൽ കീലെസ് എൻട്രി വരുന്ന റിക്വസ്റ്റ് സെൻസർ കാണാം. ഗ്ലാസ്സുകളാണ് പ്ലെയിൻ ഗ്ലാസ്സുകളാണ്, ടിൽറ്റഡ് ഗ്ലാസ്സുകളൊന്നും വരുന്നില്ല. ടോപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരു സിൽവർ കളറിലുള്ള റൂഫ് റെയിൽസ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ ഷാർപ്പിൻ ആൻറ്റിന. ZXi വേരിയന്റിൽ നമുക്ക് സിംഗിൾ ഡെൻ സൺ റൂഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഓൾ ഓവർ വശങ്ങളിൽ നിന്നുള്ള ഒരു ലുക്ക്. നമ്മൾ ഈ ഫ്രണ്ടിൽ ബെമ്പറിൻ്റെ ടോപ്പിൽ കാണുന്ന ഈ ഒരു പീസ് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ബെമ്പർ എക്സ്റ്റൻഷൻ ആണ് ഈ ആക്സസറി. നമുക്ക് ബാക്കിലും ആ ആക്സസറി ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മൾ ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ZXi ZXi പ്ലസ് ബാക്കിൽ പ്രത്യേകിച്ച് ഫീച്ചറിൻ്റെ ഡിഫറൻസ് ഒന്നും തന്നെ വരുന്നില്ല. നമുക്കിവിടെ ഒരു സ്പോയിലർ പോലെ തോന്നിക്കുന്ന ഭാഗം വരുന്നു. അതിനകത്ത് ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പ്, ബാക്കിലെ ഗ്ലാസ്, വാഷർ ആൻഡ് വൈപ്പർ ഡിഫോറോട് കൂടിയ ബാക്ക് ഗ്ലാസ്സുകളാണ്. നമ്മുടെ ബ്രെസ്സ എന്ന് പറഞ്ഞ വലിയൊരു ബാഡ്ജിങ് കാണാം. ബാക്കിലെ ടൈൽ ലൈറ്റിലേക്ക് വന്നാൽ ഇത് നമുക്ക് നമ്മുടെ DRL ആയിട്ട് ഫംഗ്ഷൻ ചെയ്യും. സ്റ്റോപ്പ് ലൈറ്റ് ആയിട്ട് ഈ ഒരു കോർണറിൽ ഫംഗ്ഷൻ ചെയ്യുന്നു. ഇത് നമ്മുടെ റിവേഴ്സ് ലൈറ്റ്. ഇത് 10 കേസ്. ഈ സ്മാർട്ട് ഹൈബ്രിഡ് 2024 മോഡൽ ZXi ആൻഡ് ZXi പ്ലസ് വേരിയൻറ്റിൽ മാനുവൽ ആൻഡ് ഓട്ടോമാറ്റിക്കലും ഇപ്പോൾ സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബാഡ്ജ് തിരിച്ചു വന്നതായിട്ട് കാണാം. അപ്പോൾ ഇപ്പോൾ ബ്രെസ്സയുടെ VX ആൻഡ് LXi വേരിയൻറ്റിൽ മാത്രമാണ് സ്മാർട്ട് ഹൈബ്രിഡ് ഒഴിവാക്കിയിരിക്കുന്നത്. ZXi പ്ലസ്സിൽ ഓട്ടോമാറ്റിക് ആണെങ്കിലും മാനുവൽ ആണെങ്കിലും സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്ക് 2 റിഫ്ലക്ടേഴ്സ് കൊടുത്തിരിക്കുന്നു. ബാക്കിൽ 4 പാർക്കിംഗ് സെൻസേഴ്സാണ് വരുന്നത്. ഈ ഒരു ബാക്കിലെ സ്കിഡ് പ്ലേറ്റ് ഇത് ആക്സസറി ആയിട്ട് ചെയ്തിരിക്കുന്നതാണ്. ബാക്കിൽ നമുക്കിവിടെ റിവേഴ്സ് ക്യാമറ കാണാം. ഇനി നമുക്ക് ബൂട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ ബൂട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ സ്ക്വയറിഷ് ആയിട്ടുള്ള വലിയ ബൂട്ടുകളാണ്. ഇതിനകത്ത് 3D മാറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ 3D മാറ്റാണ് എനിക്ക് എടുക്കുന്നത്. ബാക്കിൽ നമുക്ക് പാഴ്സൽ ട്രേ വരുന്നുണ്ട്. ബാക്കിലെ സീറ്റ് നമുക്ക് ZXi വേരിയന്റിൽ 60/40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ബാക്കിൽ 2 നമ്മളുടെ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകൾ കാണാം. വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ഫീച്ചേഴ്സ് ഒന്നും കാര്യം വരുന്നില്ല. നമുക്ക് ബാക്കിൽ ഒരു ബൂട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സ്പെയർ വീലിലേക്ക് നോക്കുകയാണെങ്കിൽ സെയിം സൈസായിട്ടുള്ള സ്പെയർ വീലുകളാണ് വരുന്നത്. അതിപ്പോൾ ബേസ് വേരിയന്റ് ടോപ്പ് എൻഡ് വേരിയന്റിൻ്റെ സെയിം ടയർ സൈസ് ആയതുകൊണ്ട് നമുക്ക് സെയിം സ്പെയർ വീൽ തന്നെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് നോക്കാം. നമ്മൾ ആദ്യം പറഞ്ഞ രീതിയിൽ റിക്വസ്റ്റ് സെൻസർ വരുന്നുണ്ട്. ഇനിയും ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും ഓൾമോസ്റ്റ് ഒരു ബ്ലാക്ക് കളറിലാണ് ഇൻറ്റീരിയർ വരുന്നത്. നമുക്ക് ടോപ്പെല്ലാം ഒരു ബ്ലാക്ക് കളറിൽ, ഇവിടെ എല്ലാവരും സിൽവർ ഇൻസൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെയായിട്ട് നമുക്കുള്ളൊരു റെഡിഷ് പോലെ ബ്രൗൺ കളറാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡോർ പാഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്രൗൺ കളറിലുള്ള സോഫ്റ്റ്നെസ് മെറ്റീരിയൽ ഡോർ പാഡിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് 4 ഡോർ പവർ വിൻഡോയുടെ കൺട്രോൾ, ലോക്ക് ആൻഡ് അൺലോക്ക് ചെയ്യാൻ മിറർ ഫോൾഡ് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നു. ZXi വേരിയന്റിൽ നമുക്ക് മിറേഴ്സ് ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോ ഫോൾഡിംഗ് ആണ് വരുന്നത്. നമുക്കിവിടെ ട്യൂട്ടറിൻ്റെ ഗ്രില്ല് കാണാം. ഇത് ട്യൂട്ടർ വരുന്നുണ്ട്. സ്പീക്കർ ഗ്രില്ല് കൊടുത്തിരിക്കുന്നു. കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. ഇനി നമ്മുടെ ഡ്രൈവർ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ മാനുവലി ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഡ്രൈവർ സീറ്റുകളാണ് വരുന്നത്. ഇത് മാനുവൽ വേരിയൻ്റ് ആണ്. പക്ഷേ എന്നാലും നമുക്ക് ബ്രെസ്സയുടെ എല്ലാ വേരിയൻറ്റിലും ഒരു ഡെഡിക്കേറ്റഡ് ഡെഡ് പെഡലുകൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഹുഡ് ഓപ്പൺ ചെയ്യാനും ഫ്യൂൽ ലിഡ് ഓപ്പൺ ചെയ്യാനും ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രാക്ഷൻ കൺട്രോൾ കാണാം. ഫോഗ് ലൈറ്റ് ആക്സസറി ആയിട്ട് ചെയ്തിട്ട് അതിൻ്റെ ബട്ടൺ ഇവിടെ കൊടുത്തിരിക്കുന്നു. നമുക്ക് ഓട്ടോ സ്റ്റോപ്പ് സ്റ്റാർട്ട് സ്മാർട്ട് ഹൈബ്രിഡിൻ്റെ ബട്ടൺ കാണാം. പിന്നെ നമുക്ക് ഹെഡ്ലൈറ്റ് ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. അതിനോട് ചേർന്ന് തന്നെ പുഷ് ബട്ടൺ സ്റ്റാർട്ടും വരുന്നുണ്ട്. ഇനി നമുക്ക് അകത്തുനിന്നുള്ള ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നു കഴിഞ്ഞാൽ മാരുതിയുടെ ഒരു എല്ലാ വാഹനങ്ങളിലും കണ്ടുവരുന്ന ഒരു സെയിം ഫ്ലാറ്റ് ബോട്ടം സ്റ്റിയറിംഗ് വീൽ തന്നെയാണ്. ലെതർ റാപ്ഡ് എന്നുള്ള നോർമൽ സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ZXi വേരിയന്റിൽ ടിൽറ്റ് ആൻഡ് ടെലസ്കോപ്പിക്കിന്റെ ഓപ്ഷൻ ഈ സ്റ്റിയറിംഗ് വീലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ഇടതുവശത്തായിട്ട് മ്യൂസിക് ആൻഡ് ഫോൺ കൺട്രോൾസും, വലതുവശത്ത്
ക്രൂസ് കൺട്രോൾസിന്റെ ഓപ്ഷൻസും വരുന്നുണ്ട്. നമുക്ക് ഇടതുവശത്തായിട്ട് വൈപ്പറും വലതുവശത്ത് നമ്മുടെ ഹെഡ്ലൈറ്റിന്റെ ഓപ്ഷനും കൊടുത്തിരിക്കുന്നു. ഇനി നമ്മുടെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ടോപ്പ് എൻഡിൽ കാണുന്ന സെയിം ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ തന്നെയാണ്. സ്പീഡോമീറ്ററും RPM മീറ്ററും അനലോഗ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. നടുക്കൊരു ഇൻഫർമേഷൻ ഡിസ്പ്ലേ, അതിനകത്ത് ഒരുവിധം വേണ്ട എല്ലാ ഇൻഫർമേഷൻസും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് കൺട്രോൾ ചെയ്യാനുള്ള ബട്ടൺസ് നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ നീഡിലാണ് കൺട്രോൾ ചെയ്യുന്നത്. അതിന് അത്യാവശ്യം വേണ്ട ഡിസ്റ്റൻസ് ടു എംറ്റി, ആവറേജ്, ഫ്യൂവൽ, അങ്ങനെ ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. ഇനി സെൻറ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മാരുതിയുടെ സ്വന്തം സ്മാർട്ട് പ്ലേ പ്രോ മ്യൂസിക് സിസ്റ്റമാണ്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ വയർലെസ് ആയിട്ട് കൊടുത്തിരിക്കുന്നു. 7 ഇഞ്ചിൻ്റെ ഒരു സിസ്റ്റമാണ്. അത്യാവശ്യം ടച്ച് റെസ്പോൺസ് ഒക്കെയുള്ള സിസ്റ്റമാണ്. അത്യാവശ്യം ഡ്രൈവർ ഇൻഫർമേഷൻസും കാര്യങ്ങളെല്ലാം നമുക്ക് അതിനകത്ത് കിട്ടും. നല്ല ക്ലാരിറ്റിയുള്ള സിസ്റ്റം തന്നെയാണ്. 2 സ്പീക്കറും 4 സ്പീക്കറും 2 ടൂട്ടോട് കൂടിയ മ്യൂസിക് സിസ്റ്റമാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. പാട്ട് കേൾക്കാനും കാര്യങ്ങളിൽ അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് അതിനകത്ത്. ഒരു കൺസോളിന് ചുറ്റും ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കിതിനകത്ത് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ആയിട്ടുള്ള ഒരു റിവേഴ്സ് ക്യാമറ വരുന്നുണ്ട്. നമ്മൾ റിവേഴ്സ് ഇടുമ്പോൾ തന്നെ അഡാപ്റ്റീവ് ഗൈഡ് ലൈൻസോട് കൂടിയ ക്യാമറ വിത്ത് സെൻസർ ഫംഗ്ഷൻ ചെയ്യുന്നത് നമുക്ക് അതിനകത്ത് അറിയാനായിട്ട് പറ്റും. വേറെ നമുക്ക് മീറ്റർ കൺസോളിൽ സെൻസറിൻ്റെ ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും തന്നെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി നമുക്ക് താഴത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഹസാർഡ് ലൈറ്റിൻ്റെ ബട്ടൺ കാണാം. നമ്മൾ ഈ സെൻട്രൽ കൺസോൾ ആദ്യം പറഞ്ഞ രീതിയിലൊരു ബ്രൗൺ കളറിലാണ് വരുന്നത്. അതിന് താഴെയായിട്ട് നമുക്ക് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ യൂണിറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് താഴെ നമുക്ക് ഇവിടെ 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. USB കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതാണ് കീ വരുന്നത്. ഇപ്പോൾ നെക്സയുടെ വാഹനങ്ങളെല്ലാം, അരീനയുടെ വാഹനങ്ങളെല്ലാം ബ്ലൂ കളർ കീ ആണ് വരുന്നത്. ലോക്ക് ആൻഡ് അൺലോക്ക് ഓപ്ഷൻ മാത്രമല്ല ഫുള്ളി ഫംഗ്ഷണൽ ആയിട്ടുള്ള 2 കീ കൊടുത്തിരിക്കുന്നു. ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. നമ്മുടെ മാനുവൽ ഗിയർ ലിവർ കാണാം. ഇപ്പോൾ മാനുവൽ വേരിയന്റിലും നമ്മൾക്ക് സ്മാർട്ട് ഹൈബ്രിഡ് വരുന്നുണ്ട്. അതിന് താഴെയായിട്ട് നമുക്കിവിടെ കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഇവിടെ എല്ലാം സ്റ്റോറേജ് സ്പേസ് ആണ്. ZXi വേരിയന്റിലും സെന്റർ ആംറസ്റ്റ് വരുന്നില്ല. ഇനി നമ്മൾ ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലോ ബോക്സ് അത്യാവശ്യം സൈസ് ആയിട്ടുള്ള വലിയ ഗ്ലോ ബോക്സുകളാണ്. വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ അതിനകത്ത് കൊടുത്തിരുന്നില്ല. അത്യാവശ്യം നല്ല കംഫോർട്ട് ആയിട്ടുള്ള ഡ്രൈവർ ആൻഡ് കോ ഡ്രൈവർ സീറ്റാണ്. അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റോടുകൂടിയ സീറ്റുകളാണ് വരുന്നത്. നമുക്ക് ZXi വേരിയന്റിലും നമുക്ക് അഡ്ജസ്റ്റബിൾ എന്താ പറയുക, നമ്മുടെ സീറ്റ് ബെൽറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ഓപ്ഷൻ ഒന്നും വരുന്നില്ല. നമുക്ക് ടോപ്പിലായിട്ട് സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. നമുക്ക് കോ ഡ്രൈവർ സൈഡിൽ സൺവൈസസ് വിത്ത് മിററാണ് വരുന്നത്. അതിനകത്ത് ഇവിടെ നമുക്കൊരു ലൈറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാനുവലി കൺട്രോൾ ചെയ്യാവുന്ന രീതിയിലാണ് വരുന്നത്. ഇനിയും നമുക്കിവിടെ സെൻട്രലായിട്ട് സൺഗ്ലാസ് ഹോൾഡർ ZXi വേരിയന്റിൽ വരുന്നുണ്ട്. നമുക്ക് 2 റീഡിംഗ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. 2ഉം ഹാലജനായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്കിവിടെ നമ്മുടെ സൺറൂഫിന്റെ കൺട്രോൾ വരുന്നത്. നമ്മുടെ ഒരു സിംഗിൾ ഡിൻ സൺറൂഫാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒരു കവർ കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു 1 ടച്ച് ഓപ്പണിംഗ് കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ഡ്രൈവർ സൈഡിലും സൺവൈസസ് വരുന്നുണ്ട്. മിറർ കാര്യങ്ങളൊന്നും തന്നെ വരുന്നില്ല. ടിക്കറ്റ് ഹോൾഡർ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഈ വാഹനത്തിന് ഇന്റീരിയറിൽ നിന്നുള്ള ഒരു ലുക്ക്. ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉൾപ്പെടുത്തി വരുന്ന ഒരു വേരിയന്റാണ് ZXi വേരിയന്റ്. ശരിക്കും ഒരു വാല്യൂ ഫോർ മണി വേരിയന്റ് എന്ന് ബ്രസയുടെ വിളിക്കാവുന്ന വേരിയന്റ് ZXi വേരിയന്റ് ആണ്. എനിക്ക് മിസ്സിംഗ് ആയിട്ട് തോന്നിയൊരു ഫീച്ചർ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മ്യൂസിക് സിസ്റ്റം 9 ഇഞ്ച് കൊടുത്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു പ്രീമിയം ഫീൽ തന്നേനെ. ബാക്കി ഒരുവിധം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഈ വാഹനത്തിൽ മാരുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കി യാത്രക്കാരെ കംഫർട്ട് ആൻഡ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്രസ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു 80 ഡിഗ്രിയിൽ വൈഡായിട്ട് ഡോറുകൾ തുറക്കും. ഡോർ പാഡെല്ലാം നമുക്ക് ആ ഒരു ബ്രൗണിഷ് കളറിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ എല്ലാം സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ വരുന്നു. അപ്പോൾ VXi വേരിയന്റ് തൊട്ട് സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണ്. ഇവിടെ എല്ലാം ഒരു സിൽവർ ഇൻസൈറ്റ് വരുന്നതാണ്. ഒരു ബ്രഷ്ഡ് അലൂമിനിയം എന്ന് പറയാം ശരിക്കും. ഡോർ ഹാൻഡിൽസ് എല്ലാം ഒരു ക്രോം ഫിനിഷിൽ വരുന്നു. നമുക്കിവിടെ ഒരു സ്പീക്കർ ഗ്രില്ലാണ്. ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ബാക്കിൽ നമുക്ക് ആദ്യം പറഞ്ഞ രീതിയിൽ അഡ്ജസ്റ്റബിൾ ഹെഡ് റെസ്റ്റുകളാണ് വരുന്നത്. 2 പേർക്കുള്ള ഹെഡ് റെസ്റ്റുകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 60-40 സ്പ്ലിറ്റ് ചെയ്യാനുള്ള സീറ്റുകളാണ്. നമുക്ക് 2 പേർക്കുള്ള ഫുൾ സീറ്റ് ബെൽറ്റും സെൻട്രൽ പാസഞ്ചറിന് ഇങ്ങനെ റൗണ്ടഡ് സീറ്റ് ബെൽറ്റ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇനി മറ്റ് ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മൾക്ക് ബാക്കിൽ AC വെൻസ് വരുന്നുണ്ട്. ഇവിടെ ഒരു 12 വോൾട്ടിൻ്റെ ചാർജിംഗ് പോർട്ട് കൊടുത്തിരിക്കുന്നു. നമ്മൾ ഫ്രണ്ട് സീറ്റ് ഇപ്പോൾ എൻ്റെ ഹൈറ്റിനാണ് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലെഗ് റൂം ആൻഡ് നീ റൂം ഈ വാഹനത്തിൽ കാണാനായിട്ട് പറ്റും. നമുക്ക് വിട്ടാണ് ബാക്കിൽ 3 പേർക്കൊക്കെ സുഖമായിട്ടിരുന്ന് ബ്രസയിൽ നമുക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾക്കറിയാം എൻ്റെ വാഹനം ബ്രസയാണ്. ഞങ്ങൾ 3-4 പേരൊക്കെ ബാക്കിലിരുന്ന് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ സ്പ്രിംഗ് ആയിട്ടുള്ള ഗ്രാബ് ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. ഗ്രാബ് ഹാൻഡിൽ ചേർന്ന് നമുക്ക് ഹുക്ക് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് ബാക്കിൽ ഇവിടെ ഒരു റീഡിംഗ് ലൈറ്റ് കാര്യങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ ഈ വാഹനം സൺറൂഫുള്ള വേരിയൻ്റ് ആണ്. സൺറൂഫിൻ്റെ ഓപ്പണിംഗ് വരെ നമുക്ക് ഇവിടം വരെയാണ്. അതുകൊണ്ട് നമ്മുടെ ഹെഡ് റൂമിന് കോംപ്രമൈസ് ഒന്നും വന്നിട്ടില്ല. എന്നാലും ഒരു 15 സെൻറ്റിമീറ്റർ ഹെഡ് റൂം നമുക്ക് ബാലൻസ് കാണാം. അപ്പോൾ ഇതാണ് ബാക്കിൽ നിന്നുള്ള ഫീച്ചേഴ്സ് ആൻഡ് കംഫർട്ട്. ബ്രസയുടെ സേഫ്റ്റി നോക്കുകയാണെങ്കിൽ ഗ്ലോബൽ എൻക്യാപ്പിൽ 4 സ്റ്റാർ റേറ്റിംഗ് കിട്ടിയ വാഹനമാണ് ബ്രസ. മാരുതി അരീനയിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി റേറ്റിംഗ് കിട്ടിയ ഒരു വാഹനം ബ്രസ തന്നെയാണ്. അത് നമുക്ക് ശരിക്കും ഓടിക്കുമ്പോഴാണെങ്കിലും വണ്ടി ഡോറൊക്കെ ഓപ്പൺ ചെയ്യുമ്പോഴാണെങ്കിൽ അത്യാവശ്യം ഹെവി വാഹനമായിട്ട് ശരിക്കും ബ്രസ ഫീൽ ചെയ്യും. ഇനി സേഫ്റ്റി ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ZXi വേരിയന്റ് 2 എയർ ബാഗാണ് വരുന്നത്. ടോപ്പ് എൻഡിൽ
6 എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ മറ്റ് സേഫ്റ്റി ഫീച്ചേഴ്സ് ഹിൽ ഹോൾഡ്, ABS, EBD, ട്രാക്ഷൻ കൺട്രോൾ, അങ്ങനെ ഒരു വേണ്ട എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും മാരുതി ബ്രസയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ വാഹനത്തിന്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ബേസ് വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9,80,000 രൂപയാണ്. LXI വേരിയന്റിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ ZXI മാനുവൽ വേരിയന്റ് ആണ്. ZXI മാനുവൽ വേരിയന്റിന് ഓൺ റോഡ് പ്രൈസ് വരുന്നത് 13,25,000 രൂപയാണ്. പിന്നെ ZXI വേരിയന്റിൽ തന്നെ നമുക്ക് 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക് അവൈലബിൾ ആണ്. ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോൾ ഓൺ റോഡ് പ്രൈസ് വരുന്നത് 14,90,000 രൂപയാണ്. ഇനി ഇതിന്റെ ടോപ്പ് എൻഡ് വേരിയന്റ്, അതായത് ZXI പ്ലസ് വേരിയന്റിന്റെ മാനുവൽ വേരിയന്റിന്റെ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെങ്കിൽ 14,95,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇനി ZXI പ്ലസ് ഓട്ടോമാറ്റിക് വേരിയന്റിന്റെ പ്രൈസ് നോക്കുകയാണെങ്കിൽ 16,60,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ഇത് ഈ മന്തിന്റെ എല്ലാ ഓഫറുകളും കഴിഞ്ഞിട്ടുള്ള പ്രൈസാണ്. എനിക്ക് തോന്നുന്നു ഇപ്പൊ ബ്രസയ്ക്ക് എക്സ്ചേഞ്ച് ഓഫർ കാര്യങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ്ഫുൾ ആയി തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. റെഗുലർ വ്യൂവേഴ്സാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ കാണുന്നത് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലാണ് എങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഈ 2024 വന്നപ്പോൾ നമ്മുടെ ബ്രസ ZXI വേരിയന്റിൽ വന്നിരിക്കുന്ന ഒരു ചേഞ്ച് എന്ന് വെച്ചാൽ നമ്മുടെ സ്മാർട്ട് ഹൈബ്രിഡ് തിരിച്ചു വന്നു എന്നുള്ളതാണ് മാനുവൽ വേരിയന്റിൽ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നമുക്ക് പുതിയൊരു വീഡിയോ കാണാം. ടിൽ ദെൻ ബൈ ബൈ.